ബാലുശ്ശേരിയിൽ ഇത്തവണയും ഇടതുമുന്നണി ചരിത്ര വിജയം നേടുമെന്ന് LDF സ്ഥാനാർത്ഥി KM സച്ചിൻ ദേവ്. ആര് പുറത്തുപോയാലും പാർട്ടിയെ ബാധിക്കില്ലെന്നും സച്ചിൻ ദേവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ബാലുശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥി സച്ചിൻ ദേവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ രണ്ടാം തവണയാണ് മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. എന്ത് തോന്നുന്നു? പൂർണ്ണമായ ആത്മവിശ്വാസം, നല്ല പ്രതീക്ഷ. ബാലുശ്ശേരിയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എല്ലാവർക്കും അറിയുള്ളതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മേൽക്കൈയും നല്ല ജനപിന്തുണയും ജനസ്വാധീനവുമുള്ളൊരു മണ്ഡലമാണ്. ആ നിലയിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ വീണ്ടും ബാലുശ്ശേരിയിൽ നിന്ന് വിജയിക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റ പരാജയം അത് ഒരുപക്ഷെ നിയമസഭാ ഇലക്ഷനിലേക്ക് ബാധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊരു പരാജയം ഉണ്ടായി എന്നുള്ളത് ബാലുശ്ശേരിയെ സംബന്ധിച്ച് പറയാനാവില്ല. ചില സീറ്റുകളുടെ ചെറിയ ചില വ്യത്യാസത്തിൽ ചില പഞ്ചായത്തുകൾ ഞങ്ങൾ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു യഥാർത്ഥ രാഷ്ട്രീയമായ നിലയിലേക്കുള്ള ഒരു വീക്ഷണത്തോടെയും കാഴ്ചപ്പാടോടെയുമാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിലൊരു സംശയം വേണ്ട. ബാലുശ്ശേരി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിരുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ലഭ്യമാണ്. ഇപ്പോൾ G. സുധാകരനായാലും TJ ഗോവിന്ദനൊക്കെ ആയത് അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? അത്തരം സാഹചര്യങ്ങളൊന്നും ഈ കാലം അത്രയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ അതിന് നേതൃത്വം കൊടുക്കുന്ന CPIM-നെയോ ബാധിച്ചിട്ടില്ല. കേരളത്തിന്റെ ആദ്യത്തെ ഒരു അനുഭവം എന്നുള്ള നിലയിൽ പറയാനാവില്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ. വളരെ കാലം മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ വിവിധ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വിവിധ വ്യക്തികൾ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടുകളുമായി ബന്ധപ്പെട്ട് പാർട്ടി എന്നുള്ള നിലയിലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിലോ ഒരു തരത്തിലുള്ള ക്ഷീണമോ പ്രയാസമോ പ്രതിസന്ധിയോ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും നമ്മൾ വികസനം പറഞ്ഞിട്ടായിരുന്നു നമ്മൾ വോട്ട് ചെയ്തത്. എന്നിട്ട് പോലും നമുക്കൊരു പരാജയം വന്നില്ലേ? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതിയിലല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ കിട്ടുക. സംസ്ഥാന ഗവൺമെന്റ് എന്നുള്ള നിലയിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ തീർച്ചയായും ജനങ്ങൾ വിശകലനം ചെയ്യും. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതാണ് 21 കണ്ടത്. 16 മുതൽ 21 വരെയുള്ള കാലയളവിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പദ്ധതികളോട് ജനങ്ങൾ കാണിച്ചൊരു ആകമഴിഞ്ഞ സ്നേഹവും പിന്തുണയുമാണ് 21-ൽ 99 സീറ്റുകൾ നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലും ഒരു ഭരണാനുകൂലമായ നിലയിൽ ജനങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യം, ഗവൺമെന്റ് അനുകൂലമായ ജനവികാരം ഏറ്റവും ശക്തമായി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. സർക്കാരിന്റെ വികസനം തന്നെയാണ് ഇത്തവണ ചർച്ചാ വിഷയമാക്കുന്നത്. അത് തന്നെയാണ് തിരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയം എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുള്ള സച്ചിൻ ദേവ് നമ്മളോട് പറയുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.